രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് എത്തുമായിരുന്നു. UDF ക്യാമ്പിന് വലിയ രീതിയിൽ അതൊരു ആവേശമാകുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആ പരിപാടി റദ്ദാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ. ഇന്ന് 4 മണിക്കായിരുന്നു കോഴിക്കോട് വെച്ചായിരുന്നു പരിപാടി. അവരുടെ ഒരു ഇതൊക്കെ പ്രഖ്യാപിക്കും, ഗ്യാരണ്ടികൾ ഉള്ള യാത്ര ഉൾപ്പെടെയുള്ള കാർഡ് ഇന്ന് പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു പൊതുസമ്മേളനം നടക്കേണ്ടതായിരുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അജി, എന്താണ് ഇങ്ങനൊരു റദ്ദാക്കലിന് കാരണം? വിവരങ്ങൾ എന്താണ്? ഇന്നലെ രാത്രിയിൽ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് രാഹുൽ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത്. ഇന്ന് 4:30 കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ വന്നിറങ്ങേണ്ടത്. ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അവിടുന്ന് റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടിയായിരുന്നു പ്രധാനമായും പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തത്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട്, വയനാട്, ഒപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അടക്കം പങ്കെടുക്കുന്ന ഒരു മഹാറാലിയായിരുന്നു കോഴിക്കോട് പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ആ പരിപാടിയിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇന്ന് ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ റാലി കോഴിക്കോട് ഉണ്ടാവുക. കാരണം തുടക്കത്തിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് തന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി മടങ്ങുമെന്ന് ഇന്ന് തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടി റദ്ദാക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാന നിമിഷം ആ യാത്ര റദ്ദു ചെയ്യുകയായിരുന്നു. ദിൽന. ശരി, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സോണിയാഗാന്ധിയുടെ അനാരോഗ്യം പരിഗണിച്ചാണ് രാഹുൽ ഗാന്ധി ഈ കോഴിക്കോടത്തെ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തില്ല, പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എത്തും. വലിയൊരു പൊതുയോഗവും ഒക്കെയാണ് 4 മണിയോടെ അവിടെ കോഴിക്കോട് ഒരുക്കിയിരുന്നത്. ഏതാണ്ട് 3 മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി. പിന്നീട് ബസ് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ഒരുക്കങ്ങളിൽ രാഹുൽ ഗാന്ധി ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. ആ പ്രചാരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നില്ല, പകരം മല്ലികാർജ്ജുൻ ഖർഗെ എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സോണിയാഗാന്ധിയുടെ സുഖം സംബന്ധിച്ച ഒരു വാർത്ത വന്നത്. പക്ഷേ പതിവ് ചെക്കപ്പിന്റെ ഭാഗമാണെന്നും കൂടുതൽ പ്രശ്നങ്ങളെല്ലാം സ്ഥിതി ഓക്കെയാണെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും സോണിയാഗാന്ധിക്കൊപ്പം തുടരാൻ നല്ല കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആശ്വാസമാകും എന്നൊക്കെ കരുതിയതാണ്, അല്ലെങ്കിൽ തുടങ്ങി വെക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വരുന്നത്. പക്ഷേ ഇതിനെ പോലെ ഒട്ടും കുറവുണ്ടാകാത്ത തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി വെക്കുന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.